സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം. പുതിയ VC ഡോക്ടർ കെ ശിവപ്രസാദിനെ SFIയും ജീവനക്കാരുടെ സംഘടനകളും ഉപരോധിക്കുകയാണ്. VV അരുൺ ചേരുന്നു. വിവരങ്ങളുമായി അരുൺ, ഇന്നാണല്ലോ ചുമതല ഏറ്റെടുത്തോ അദ്ദേഹം? ഇന്നലെയാണ് ഗവർണർ രണ്ട് സർവകലാശാലകൾക്ക് പുതിയ VCമാരെ നിയമിച്ചത്. അവിടെ താൽക്കാലിക VCമാർക്ക് നിലവിൽ ചുമതല സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെ, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെയുമാണ് നിയമിച്ചത്. സർക്കാർ നിർദ്ദേശം, സർക്കാർ തീരുമാനം മറികടന്ന് നിയമനം, അതായത് രണ്ട് സർവകലാശാലകളിലേക്കും VCമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ തയ്യാറാക്കുകയായിരുന്നു. അതിനിടെയാണ് ഇത് മറികടന്ന് ഗവർണർ രണ്ടുപേരെ നിയമിച്ചത്. ഇതിനെതിരെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അടക്കമുള്ളവർ രംഗത്ത് വന്നു. ഇന്ന് ഈ VCമാർ ചുമതലയേൽക്കാൻ വരുമ്പോഴായിരുന്നു സംഘടനയുടെ പ്രതിഷേധം. SFIയും അതുപോലെ തന്നെ സർവകലാശാലകളിലെ ജീവനക്കാരുടെ സംഘടനകളാണ് പ്രതിഷേധിച്ചത്. പക്ഷേ പ്രതിഷേധക്കാരെ മറികടന്ന് രണ്ട് VCമാരും ചുമതലയേറ്റു. ഈ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഇത് രാഷ്ട്രീയ ഒരു ആയുധമായും ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ട്. ഗവർണർ സർക്കാരിന്റെ അധികാരത്തിന്മേൽ കടന്നു കയറുന്നു. സിസ തോമസ് നേരത്തെ സർക്കാർ നടപടിയെടുക്കുകയും പിന്നീട് കോടതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചെത്തുകയുമായിരുന്നു. ഇപ്പോൾ ഗവർണർ അവരെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായാണ് നിയമിച്ചത്. ഇപ്പോഴും ഈ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം തുടരുന്നു. SFIയുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടന ചേർന്നാണ് ഇപ്പോൾ അവിടെ അത്തരത്തിൽ ഉപരോധിക്കുന്നത് എന്നുള്ളതാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിനെ മറികടന്ന് ഗവർണർ നിയമിച്ച സാങ്കേതിക സർവകലാശാല VCമാർക്കെതിരെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. SFIയുടെയും ഇടത് ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. ഈ സമരക്കാരുടെ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും അത് മറികടന്ന് രണ്ടുപേരും വൈസ് ചാൻസലറായിട്ടുള്ള KTU വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസും ചുമതലയേൽക്കുകയും ചെയ്തു. അതവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്. പ്രതിഷേധങ്ങൾ അവരുടെ അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടന്റ് എന്നറിഞ്ഞ് അത് ചർച്ച ചെയ്ത് അതിനൊരു സമാധാനം ഉണ്ടാക്കാനാണല്ലോ ഇവിടെ ഈ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഗവർണറുടെ ഉത്തരവ് പ്രകാരമാണ് വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ എന്തായിരുന്നു പട്ടിക എന്നുള്ളതൊന്നും അതെനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല. അത് ഗവർണറുടെ ഉത്തരവ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഞാനിവിടെ ചുമതലയേറ്റത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റ ശേഷമാണ് സംസാരിച്ചത്. പ്രതിഷേധങ്ങൾ ഗൗനിക്കാതെ അദ്ദേഹത്തിന്റെ ചുമതലയേക്കൽ പൂർത്തിയാവുകയും ചെയ്തു.